ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കടലിനടിയിൽ റഷ്യൻ അന്തർവാഹിനികൾ അമേരിക്കൻ കപ്പലുകളെ പിന്തുടരുമ്പോൾ കരയിൽ ചൈന അതിർത്തികൾ പടുത്തുയർത്തുകയാണ്. ഇപ്പുറത്ത് സൊമാറ്റോയുടെ സിഇഒ നമ്മുടെ മസ്തിഷ്കത്തെ ഹാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അങ്ങ് വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് വെനസ്വേലൻ എണ്ണയുടെ നിയന്ത്രണം ട്രംപ് ഏറ്റെടുക്കുന്നു. ഇതിനെല്ലാം പുറമെ നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാൻ പോകുന്ന ഒരു ചിപ്പ് പ്രതിസന്ധിയും പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഭൂരാഷ്ട്രതന്ത്രം മുതൽ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വരെ ബാധിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളും അപ്ഡേറ്റ്സും പരിശോധിക്കാം. വെൽക്കം ടു ലോക. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്ഷൻ ഡ്രാമയാണ് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നടക്കുന്നത്. സാധാരണ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത് അതിർത്തി തർക്കത്തിലോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നത്തിലോ മറ്റോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇവിടെ ചർച്ചയാകുന്നത് ഡാൻസും പാട്ടുമാണ്. അമേരിക്കൻ സൈന്യം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടികൂടിയതിന് പിന്നാലെ അവിടുത്തെ 40 മില്യൺ ബാരൽ എണ്ണ ട്രംപ് തന്റെ പോക്കറ്റിലാക്കിയിരിക്കുകയാണ്. മദൂറോയുടെ ആ പഴയ ഡാൻസ് മൂവ്സ് ട്രംപിനെ അനാവശ്യമായി ചൊടിപ്പിച്ചു. എണ്ണയും ഈഗോയും ചേരുന്ന ഈ ഒരു വാർത്തയാണ് ഇനി. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപിന്റെ ആ പ്രശസ്തമായ YMCA ഡാൻസ്. റാലികളിൽ ട്രംപ് ഈ സ്റ്റെപ്പുകൾ ഇടുമ്പോൾ കാണികൾ ആവേശത്തിലാകാറുണ്ട്. പക്ഷേ സാക്ഷാൽ മെലാനിയ ട്രംപിന് പോലും ഇത് അത്ര താല്പര്യമുള്ള കാര്യമല്ല. ഇത് അൺപ്രസിഡൻഷ്യൽ ആണെന്നാണ് മെലാനിയയുടെ അഭിപ്രായം. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിനെ പോലെയുള്ള പ്രസിഡന്റുമാരൊക്കെ ഇങ്ങനെ സ്റ്റേജ് ഇളക്കി ഡാൻസ് കളിക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ എന്ന് മെലാനിയ ചോദിക്കുമ്പോൾ ട്രംപ് പറയുന്നത് ജനങ്ങൾക്ക് ഇത് ഇഷ്ടമാണ് എന്നാണ്. ഇവിടെയാണ് മദൂറോ വരുന്നത്. പിടിക്കപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുൻപ് മദൂറോ തന്റെ ഭാര്യയ്ക്കൊപ്പം റാലികളിൽ ചുവടുവെക്കുമായിരുന്നു. ട്രംപിന്റെ ഡാൻസിനെ കളിയാക്കുന്ന രീതിയിലാണോ ഇത് എന്ന് അന്ന് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അമേരിക്കൻ പ്രഷറിന് മുന്നിൽ വിറയ്ക്കാതെ താൻ അടിച്ചു പൊളിക്കുകയാണ് എന്ന് കാണിക്കാനായിരുന്നു മദൂറോയുടെ ശ്രമം. പക്ഷെ ആ സ്റ്റെപ്പുകൾ മദൂറോയ്ക്ക് ഒടുവിൽ ഒരു കോസ്റ്റ്ലി ഡാൻസായി മാറി എന്ന് വേണം പറയാൻ. കഴിഞ്ഞ നവംബറിൽ വെനസ്വേലയിലെ മിറാൻഡയിൽ നടന്ന ഒരു പരിപാടിയുടെ വീഡിയോ ഇപ്പോൾ വീണ്ടും വൈറലാവുകയാണ്. അവിടെ വെച്ച് മഡൂറോ ജോൺ ലെനന്റെ പ്രശസ്തമായ ഇമാജിൻ എന്ന പാട്ട് പാടുകയായിരുന്നു. ഇമാജിൻ ഓൾ ദി പീപ്പിൾ ലിവിംഗ് ലൈഫ് ഇൻ പീസ് എന്ന് മഡൂറോ പാടുമ്പോൾ ട്രംപ് കരീബിയൻ കടലിൽ കപ്പൽ പടയെ വിന്യസിക്കുകയായിരുന്നു. സമാധാനത്തിന് വേണ്ടി എന്തിനും തയ്യാറാണ് എന്ന് മഡൂറോ ഗിറ്റാറൊക്കെ വായിച്ച് പറഞ്ഞപ്പോൾ വൈറ്റ് ഹൗസിലിരുന്ന ട്രംപിന് അതൊരു പരിഹാസമായി തോന്നിയിരിക്കണം. നീ അവിടെ പാട്ടുപാടി നടക്ക്, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ ട്രംപ് സൈന്യത്തിന് ഗ്രീൻ സിഗ്നൽ നൽകി. ഒടുവിൽ ജോൺ ലെനന്റെ സമാധാന ഗീതം പാടിയ മദൂറോ ഇപ്പോൾ ഫ്ലോറിഡയിലെ ജയിലിൽ വിചാരണ നേരിടുകയാണ്. ഒരു പാട്ട് കാരണം ഇത്ര വലിയ പണി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. മദൂറോയെ പിടിച്ചതിന് പിന്നാലെ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തി. വെനസ്വേലയിലെ എണ്ണ ശേഖരത്തിൽ നിന്ന് 30 മുതൽ 50 മില്യൺ ബാരൽ എണ്ണ അമേരിക്കയ്ക്ക് കൈമാറാൻ അവിടുത്തെ പുതിയ അധികൃതർ സമ്മതിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. ഇതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഹൈ ക്വാളിറ്റി സാങ്ഷൻഡ് ഓയിൽ എന്നാണ്. ഇതിന്റെ മൂല്യം എത്രയാണെന്നോ? ഏകദേശം $2.8 ബില്യൺ. അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 23,000 കോടി രൂപയ്ക്ക് മുകളിൽ വരും ഈ ഒരു തുക. ഈ പണം ആര് നിയന്ത്രിക്കുമെന്ന ചോദ്യത്തിന് ട്രംപിന് കൃത്യമായ മറുപടിയുണ്ട്. ദ മണി വിൽ ബി കൺട്രോൾഡ് ബൈ മീ. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ താനായിരിക്കും ഈ ഫണ്ട് മാനേജ് ചെയ്യുക എന്നും ഇത് അമേരിക്കയിലും വെനസ്വേലയിലും ജനങ്ങളുടെ നന്മയ്ക്ക് ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ചുരുക്കത്തിൽ മദൂറോ ഡാൻസ് കളിച്ച മണ്ണിൽ ഇനി അമേരിക്കൻ എണ്ണ കമ്പനികളുടെ ആഘോഷമായിരിക്കും. വെനസ്വേലൻ എണ്ണ വിൽക്കുന്നതിലൂടെ കിട്ടുന്ന പണം ഉപയോഗിച്ച് അവിടുത്തെ തകർന്നടിഞ്ഞ റോഡുകളും പാലങ്ങളും ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നന്നാക്കാൻ അമേരിക്കൻ കമ്പനികൾ എത്തുകയാണ്. എക്സോൺ മൊബിൽ, ഷെവറോൺ തുടങ്ങിയ ഭീമന്മാർ ഇപ്പോൾ തന്നെ താവളം ഉറപ്പിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ പ്ലാൻ ഇപ്പോൾ വ്യക്തമാണ്. ലോക മാർക്കറ്റിൽ എണ്ണ സുലഭമാക്കുക, അതുവഴി വില കുറയ്ക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, മെലാനിയ ട്രംപിന് തന്റെ ഭർത്താവിന്റെ ഡാൻസ് ഇഷ്ടമല്ല എങ്കിലും വെനസ്വേലയിൽ ഇപ്പോൾ ആ ഡാൻസ് കണ്ട് ചിരിക്കാൻ ആരും ബാക്കിയില്ല. മഡൂറോയുടെ പാട്ടും ഡാൻസും മ്യൂസിയത്തിൽ വെക്കേണ്ട അവസ്ഥയുമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകരെ, വെനസ്വേലയുടെ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന വലിയൊരു പാഠമുണ്ട്. സ്റ്റെപ്പുകൾ മാറിയാൽ സ്റ്റേറ്റ് പോകും. മെലാനിയ ട്രംപ് എത്ര തന്നെ അൺപ്രസിഡൻഷ്യൽ എന്ന് വിളിച്ചാലും ട്രംപിന്റെ ആ YMCA ഡാൻസ് ഇപ്പോൾ വെനസ്വേലൻ മണ്ണിൽ ഒരു വമ്പൻ വിജയഗാഥയായി മാറിയിരിക്കുകയാണ്. മദൂറോ പാടിയ ആ ഇമാജിൻ എന്ന പാട്ടിലെ സമാധാനം എവിടെ പോയോ ആവോ. പക്ഷെ അവിടുത്തെ എണ്ണക്കപ്പലുകൾ ഇപ്പോൾ അമേരിക്കൻ തീരങ്ങളിലേക്ക് യാത്ര തിരിക്കുകയാണ്. വെനസ്വേലയുടെ ഈ എണ്ണ സമ്പത്ത് ആ രാജ്യത്തെ രക്ഷിക്കുമോ, അതോ ട്രംപിന്റെ ഖജനാവ് നിറയ്ക്കുമോ? അത് കാലം തെളിയിക്കട്ടെ. പക്ഷെ ഒന്നുറപ്പാണ്, ഇനി വെനസ്വേലയിൽ പാട്ട് കേൾക്കില്ല, പകരം എണ്ണ പമ്പ് ചെയ്യുന്ന യന്ത്രങ്ങളുടെ ശബ്ദം മാത്രമേ കേൾക്കൂ. ലോകരാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പുതിയ വെനസ്വേല മാസ്റ്റർ പ്ലാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ അമേരിക്കൻ സൈന്യം പിടികൂടുന്നതും നാട് കടത്തുന്നതും ഒക്കെയാണ്. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപിന്റെ പുതിയ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വന്നിരിക്കുകയാണ്.
വെനസ്വേലയിലെ എണ്ണ ശേഖരം ഇനി അമേരിക്കയുടെ മേൽനോട്ടത്തിലായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഇടപാടിന് പിന്നിലെ രഹസ്യം? നമുക്ക് ഡീറ്റെയിൽഡായി പരിശോധിക്കാം. വെനസ്വേലയിലെ ഇന്ററിം അതോറിറ്റീസ് അഥവാ ഇടക്കാല ഭരണകൂടം ഏകദേശം 30 മുതൽ 50 മില്യൺ ബാരൽ എണ്ണ അമേരിക്കയ്ക്ക് കൈമാറാൻ തയ്യാറായി എന്നാണ് ട്രംപ് പറയുന്നത്. വെറുതെ കൊടുക്കുകയല്ല, ഇത് മാർക്കറ്റ് പ്രൈസിൽ വിൽക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് സാങ്ഷൻഡ് ഓയിൽ എന്നതാണ്. വർഷങ്ങളായി അമേരിക്കൻ സാങ്ഷൻസ് കാരണം വെനസ്വേലയുടെ തുറമുഖങ്ങളിൽ കെട്ടിക്കിടന്ന എണ്ണയാണിത്. മുൻപ് മദൂറോ ഗവൺമെന്റിന് ഇത് വിൽക്കാൻ അനുവാദമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രംപ് പറയുന്നു, ഈ എണ്ണ ഞാൻ നേരിട്ട് ഏറ്റെടുക്കുന്നു. ഇത് കൊണ്ടുവരുന്നത് ഭീമൻ കപ്പലുകളിലാണ്. അമേരിക്കൻ തുറമുഖങ്ങളിലേക്ക് ഇത് നേരിട്ട് എത്തിക്കാൻ എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റിന് ട്രംപ് ഉത്തരവ് നൽകി കഴിയുകയും ചെയ്തു. ഈ എണ്ണ വിൽക്കുന്നതിലൂടെ കിട്ടുന്ന കോടിക്കണക്കിന് ഡോളർ ആര് കൈകാര്യം ചെയ്യുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെയാണ് ട്രംപിന്റെ മാസ് ഡയലോഗ് വരുന്നത്. ഈ ഇടപാടിലൂടെ ലാഭിക്കുന്ന പണം അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നേരിട്ടായിരിക്കും നിയന്ത്രിക്കുക എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെനസ്വേലൻ ജനതയുടെ ക്ഷേമത്തിനും അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്കുമായി ഈ തുക വിനിയോഗിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഏകദേശം 2.8 ബില്യൺ ഡോളർ, അതായത് ഏകദേശം 23,000 കോടിയിലധികം രൂപ മൂല്യം വരുന്ന ഒരു ബൃഹത്തായ ഇടപാടാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ് മറ്റൊരു രാജ്യത്തിന്റെ തലവൻ നേരിട്ട് നിയന്ത്രിക്കുന്നു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതെ, അന്താരാഷ്ട്ര നിരീക്ഷകർ ചോദിക്കുന്നത് മറ്റൊരു രാജ്യത്തിന്റെ സ്വത്ത് അമേരിക്കൻ പ്രസിഡന്റ് നിയന്ത്രിക്കുന്നത് നിയമപരമാണോ എന്നതാണ്. വെനസ്വേലയിൽ വെറും എണ്ണ എടുക്കൽ മാത്രമല്ല ട്രംപിന്റെ ലക്ഷ്യം. അവിടുത്തെ തകർന്നടിഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ശരിയാക്കാൻ അമേരിക്കൻ കമ്പനികളെ അദ്ദേഹം ക്ഷണിച്ചിരിക്കുകയാണ്. എക്സോൺ മൊബിൽ, ഷെവ്രോൺ, കൊനോക്കോ ഫിലിപ്സ് തുടങ്ങിയ വമ്പൻ കമ്പനികളുമായി വൈറ്റ് ഹൌസ് ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ട്രംപിന്റെ പ്ലാൻ സിമ്പിൾ ആണ്. 1, അമേരിക്കൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വെനസ്വേലയിലെ എണ്ണ ഉൽപാദനം കൂട്ടുക. 2, ലോക മാർക്കറ്റിൽ എണ്ണ സുലഭമാക്കുക. 3, ഇതുവഴി ലോകവ്യാപകമായി പെട്രോൾ, ഡീസൽ വില കുറയ്ക്കുക. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഡ്രിൽ ബേബി ഡ്രിൽ പോളിസി ഇപ്പോൾ വെനസ്വേലയിലും നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് ചുരുക്കം. ഇനി ചൈനയും റഷ്യയും ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അതുപോലെ ഈ നീക്കത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. റഷ്യയിലേക്കും ചൈനയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന വെനസ്വേലൻ എണ്ണ ഇനി അമേരിക്കയിലേക്ക് തിരിച്ചുവിടും. ഇത് ചൈനയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും. കൂടാതെ മഡൂറോയെ ഡ്രഗ് ട്രാഫിക്കിംഗ് ഈ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തതിലൂടെ ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കയുടെ സ്വാധീനം ഉറപ്പിക്കാനും ട്രംപിന് സാധിച്ചു. ചുരുക്കത്തിൽ വെനസ്വേലയുടെ എണ്ണ ഇനി ലോക വിപണിയിലെ വില നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കും. അത് അമേരിക്കയുടെ സാമ്പത്തിക കുതിപ്പിന് കാരണമാകുമോ അതോ ഒരു വലിയ അന്താരാഷ്ട്ര തർക്കത്തിന് തുടക്കമിടുമോ? ലോകം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ലോകരാഷ്ട്രം ഇപ്പോൾ കരീബിയൻ കടലിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലയിലെ എണ്ണശേഖരം കൈകാര്യം ചെയ്യാൻ പ്ലാനിടുമ്പോൾ, മറുവശത്ത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ തന്റെ സബ്മറൈൻസിൽ കടലിനടിയിൽ കളി തുടങ്ങിക്കഴിഞ്ഞു. വെറും ഒരു തുരുമ്പിച്ച പഴയ എണ്ണക്കപ്പലിന് വേണ്ടി അമേരിക്കയും റഷ്യയും തമ്മിൽ ഇത്ര വലിയ പുകിലുണ്ടാകുമോ? സംഗതി സീരിയസ് ആണ്. കരീബിയൻ കടലിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു ഒന്നാം തരം സിനിമ സ്റ്റൈൽ ചേസിംഗ് ആണ് എന്ന് വേണം പറയാൻ. ഒരു പഴയ തുരുമ്പിച്ച എണ്ണക്കപ്പൽ, പേര് ബെല്ല 1. അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് ഈ കപ്പലിനെ പിടിക്കാൻ പിന്നാലെ കൂടിയിട്ട് ദിവസങ്ങളായി. പക്ഷെ സംഗതി ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ്. കാരണം ഈ പഴയ കപ്പലിന് കാവലായിട്ട് റഷ്യൻ നേവിയുടെ ഒരു അന്തർവാഹിനിയും യുദ്ധക്കപ്പലുകളും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തൊട്ടുപോകരുത്, ഇത് ഞങ്ങളുടെ ആളാണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ? പരിശോധിക്കാം. ഈ ബെല്ല 1 എന്ന് പറയുന്ന കപ്പൽ അല്പം കുരുട്ടുബുദ്ധിയുള്ള ഒന്നാണ് എന്ന് പറയണം. അമേരിക്കൻ സാങ്ഷൻസ് ഉള്ള വെനസ്വേലൻ എണ്ണ കടത്താനാണ് ഈ കപ്പൽ പ്രധാനമായി വന്നതെന്നാണ് വൈറ്റ് ഹൌസ് പറയുന്നത്. എന്നാൽ അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് ഇത് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കപ്പലിലെ ജീവനക്കാർ അത് തടഞ്ഞു. പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ കപ്പലിന്റെ സൈഡിൽ അവർ പെട്ടെന്നൊരു റഷ്യൻ പതാക പോയിന്റ് ചെയ്ത് വെച്ചു. പേര് മാറ്റി മെറിനേറ എന്നാക്കി. പണ്ട് സ്കൂളിൽ പേര് മാറ്റുന്നത് പോലെ അത്ര സിമ്പിൾ ആയിട്ടാണ് റഷ്യ ഈ കപ്പലിനെ ദത്തെടുത്തിരിക്കുന്നത്. വെറും 2 ദിവസം കൊണ്ട് കപ്പൽ റഷ്യൻ ഉടമസ്ഥതയിലായി എന്നാണ് ഇപ്പോൾ മോസ്കോ അവകാശപ്പെടുന്നത്. ഇനി അമേരിക്കൻ സൈന്യം ഈ കപ്പലിനെ വളയാൻ നോക്കിയപ്പോഴാണ് വമ്പൻ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു, ഇത് ഞങ്ങളുടെ സിവിൽ കപ്പലാണ്, ഇതിനെ പിന്തുടരുന്നത് നിർത്തണം. പക്ഷെ ട്രംപ് വിടുമോ? ട്രംപ് തന്റെ കോസ്റ്റ് ഗാർഡിനോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. തൊട്ടു പിന്നാലെ റഷ്യ ഒരു സബ്മറൈനും മറ്റ് യുദ്ധക്കപ്പലുകളും അങ്ങോട്ട് അയച്ചു. അപ്പോൾ ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഐസ്ലൻഡിന് തെക്ക് ഭാഗത്തായി ഈ കപ്പലും പിന്നാലെ അമേരിക്കൻ കോസ്റ്റ് ഗാർഡും അതിന് താഴെയും സൈഡിലുമായി റഷ്യൻ പടക്കപ്പലുകളും നീങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപിന്റെ പിടിവാശി, മറുവശത്ത് പുടിന്റെ സൈനിക കരുത്ത്. അന്തരീക്ഷം ശരിക്കും പുകയുകയാണ്.
യഥാർത്ഥത്തിൽ ഈ കപ്പലിൽ ഇപ്പോൾ എണ്ണയൊന്നുമില്ല, ഒഴിഞ്ഞു കിടക്കുകയാണ്. വെനസ്വേലയിൽ എണ്ണ കയറ്റാൻ ചെന്നെങ്കിലും അമേരിക്കൻ ഉപരോധം കാരണം അതിന് സാധിക്കാതെ മടങ്ങുകയായിരുന്നു ഈ ഒരു കപ്പൽ. പക്ഷെ അമേരിക്ക പറയുന്നത് ഇതൊരു ഷാഡോ ഫ്ലീറ്റ് ആണെന്നാണ്. അതായത് ലോകത്തിലെ കരിഞ്ചന്തയിൽ എണ്ണ വിൽക്കാൻ റഷ്യ ഉപയോഗിക്കുന്ന കപ്പലുകൾ. ഇവരെ വെറുതെ വിട്ടാൽ അത് റഷ്യയുടെയും വെനസ്വേലയുടെയും സാമ്പത്തിക അടിത്തറ ശക്തമാക്കുമെന്നാണ് ട്രംപ് ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കപ്പൽ പിടിച്ചെടുക്കാൻ ട്രംപ് ഉത്തരവിട്ടു. പക്ഷെ റഷ്യൻ അന്തർവാഹിനിയുടെ കാവലുള്ളപ്പോൾ അത് അത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ് കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ അമേരിക്കൻ സൈന്യം പിടികൂടിയത് നാം കണ്ടിരുന്നു. ഇതിന് പിന്നാലെ വെനസ്വേലയിലെ എണ്ണശേഖരം അമേരിക്ക നിയന്ത്രിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് മദൂറോയുടെ പതനത്തിനു ശേഷം ട്രംപ് അവിടുത്തെ 40 മില്യൺ ബാരലോളം വരുന്ന എണ്ണ പിടിച്ചെടുക്കാൻ നോക്കുകയാണ്. അതിന്റെ തുടർച്ചയാണിത്. റഷ്യ നൽകിയ S-300 മിസൈലുകൾക്ക് പോലും അമേരിക്കൻ വിമാനങ്ങളെ തടയാൻ കഴിഞ്ഞില്ല എന്നത് റഷ്യയ്ക്ക് വലിയ നാണക്കേടായിരുന്നു. ആ ദേഷ്യം തീർക്കാനാണ് പുടിൻ ഇപ്പോൾ ഈ ഒരു എണ്ണക്കപ്പലിനെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ തന്നെയാണ് ജിയോ പോളിറ്റിക്സ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ഗെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു പഴയ എണ്ണക്കപ്പലിനെ അമേരിക്ക പിടിക്കുമോ, അതോ റഷ്യൻ അന്തർവാഹിനി അതിനെ സുരക്ഷിതമായി എത്തിക്കുമോ? ഈ സമുദ്രയുദ്ധം അവസാനിക്കുന്നത് എവിടെയായിരിക്കും? ട്രംപിന്റെ അടുത്ത ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിനായി ലോകം കാത്തിരിക്കുകയാണ്. ലഡാക്കിലെ പാങ്കോങ് തടാകം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് അതിന്റെ ഭംഗിയാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത്ര ഭംഗിയുള്ളതല്ല. 2020 ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പതുക്കെ നേരെയാകുന്നുവെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനം ഉണ്ടാകുന്നത്. പാങ്കോങ് തടാകത്തിന് തൊട്ടടുത്ത് ചൈന വലിയ തോതിലുള്ള സ്ഥിരമായ നിർമ്മാണങ്ങൾ നടത്തുന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ജിയോ സ്ട്രാറ്റജിക് വിദഗ്ധനായ ഡാമിയൻ സൈമൺ ജനുവരി 4 പങ്കുവച്ച ഏറ്റവും പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. പാങ്കോങ് തടാകത്തിന്റെ വടക്കൻ കരയിൽ, അതായത് ബഫർ സോണിനോട് വളരെ അടുത്തായിട്ട് ചൈന സ്ഥിരം കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ്. മുൻപ് താൽക്കാലിക ടെന്റുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളും സൈനികർക്ക് താമസിക്കാനുള്ള ബാരക്കുകളും അതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഷെഡുകളും ഉയർന്നു കഴിഞ്ഞു. ഇത് കാണിക്കുന്നത് തീർച്ചയായും ചൈന അവിടെ ദീർഘകാലത്തേക്ക് തമ്പടിക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ്. ഈ നിർമ്മാണങ്ങൾ നടക്കുന്നത് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണെങ്കിലും ഇത് ഇന്ത്യയുടെ അതിർത്തിയോട് വളരെ അടുത്താണ്. ഇതിലൂടെ ചൈന ലക്ഷ്യമിടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമതായി റാപ്പിഡ് ട്രൂപ്പ് ഡിപ്ലോയ്മെന്റ്, അതായത് പുതിയ കെട്ടിടങ്ങൾ വരുന്നതോടെ കൂടുതൽ സൈനികരെ അവിടെ സ്ഥിരമായി നിർത്താൻ ചൈനയ്ക്ക് സാധിക്കും. എന്തെങ്കിലും സംഘർഷം ഉണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ കൂടുതൽ സൈനികരെ അതിർത്തിയിലേക്ക് എത്തിക്കാൻ ഇതിലൂടെ സാധിക്കും. രണ്ടാമതായിട്ട് സർവെയിലൻസ് ആണ്. അതായത് തടാകത്തിന് സമീപമുള്ള ഈ കെട്ടിടങ്ങളിൽ അത്യാധുനിക റഡാറുകളും നിരീക്ഷണ സംവിധാനങ്ങളും സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ ചൈനയെ സഹായിക്കും. കഴിഞ്ഞ വർഷം ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് നേതാവ് ഷി ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതും അതിർത്തിയിൽ പാട്രോളിംഗ് പുനരാരംഭിക്കാൻ ധാരണയായതും വലിയ ആശ്വാസമായിരുന്നു. ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ പോലും തുടങ്ങാൻ ആലോചിക്കുന്ന ഈ ഒരു സമയത്താണ് ചൈനയുടെ ഈ ഇരട്ടത്താപ്പ് നയം വരുന്നത്. എന്തായാലും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇതിനെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. ചൈന 4 മടങ്ങ് വേഗതയിലാണ് അതിർത്തിയിൽ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെ നേരിടാൻ ഇന്ത്യയും അരുണാചൽ ഫ്രണ്ടിയർ ഹൈവേ പോലുള്ള വമ്പൻ പദ്ധതികൾ അതിവേഗം തന്നെ പൂർത്തിയാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ചൈനയുടെ ഈ നീക്കം വെറും ഒരു നിർമ്മാണ പ്രവർത്തനമല്ല, മറിച്ച് അതിർത്തിയിലെ സ്റ്റാറ്റസ് ക്വോ, ആ യഥാർത്ഥ സ്ഥിതി അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ്. ഡാമിയൻ സൈമൺ പുറത്തുവിട്ട ഏറ്റവും പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം ഡിസംബർ അവസാന വാരം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ 4 മടങ്ങ് വേഗതയിലാണ് ചൈന പൂർത്തിയാക്കുന്നത്. പാങ്കോങ് തടാകത്തിന്റെ വടക്കൻ കരയിലുള്ള സിരിജാപ് പോസ്റ്റിന് സമീപം സ്ഥിരം കെട്ടിടങ്ങളും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ചൈന നിർമ്മിച്ചു കഴിഞ്ഞു. ഏറ്റവും ഗൗരവകരമായ കാര്യം ഈ കെട്ടിടങ്ങൾ കേവലം താമസ സൗകര്യങ്ങൾ മാത്രമല്ല എന്നതാണ്. മിസൈലുകൾ വിക്ഷേപിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അത്യാധുനിക ഹാങ്ങറുകൾ, റേഡാർ സംവിധാനങ്ങളും അവിടെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വശത്തുള്ള നിയോമ എയർഫീൽഡിന് കൃത്യമായി എതിർവശത്താണ് ചൈനയുടെ ഈ നീക്കങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നു എന്ന് വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുമ്പോഴും അതിർത്തിയിൽ ചൈന പടുത്തുയർത്തുന്ന ഈ സൈനിക സന്നാഹങ്ങൾ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. സൈനികതല ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ചൈന തങ്ങളുടെ സലാമി സ്ലൈസിംഗ് തന്ത്രം തുടരുകയാണ്. ഇത് നേരിടാൻ ലഡാക്ക് അതിർത്തിയിൽ ഇന്ത്യയും മിറർ ഡിപ്ലോയ്മെന്റ് തുടരുകയാണ്. അതായത് ചൈനയുടെ ഓരോ നീക്കത്തിനും തക്കതായ പ്രത്യാക്രമണം നടത്താൻ സാധിക്കുന്ന തരത്തിൽ ടാങ്കുകളും ആയുധങ്ങളും ഇന്ത്യയും സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചൈനയുമായുള്ള ഈ അതിർത്തി തർക്കം ഒരു സമാധാന ചർച്ച കൊണ്ട് മാത്രം അവസാനിക്കുമെന്ന് കരുതാൻ വയ്യ. സാറ്റലൈറ്റ് കണ്ണുകളിൽ നിന്ന് ഒന്നും മറച്ചുവെക്കാൻ സാധിക്കാത്ത ഈ ഒരു കാലത്ത് ചൈനയുടെ ഓരോ കല്ലിനും ഇന്ത്യ എന്ത് പകരം നൽകുമെന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.
നമ്മളിന്ന് ജീവിക്കുന്നത് ഡേറ്റയുടെ ലോകത്താണ്, ഡിജിറ്റൽ ലോകത്താണ്. നമ്മുടെ ഹൃദയമിടിപ്പും ഉറക്കവും എന്തിന് നമ്മൾ എത്ര ചുവട് നടന്നു എന്ന് പോലും സ്മാർട്ട് വാച്ചുകൾ പറഞ്ഞു തരും. എന്നാൽ സൊമാറ്റോ സിഇഒ ദീപേന്ദർ ഗോയൽ ഇതിനെയെല്ലാം കടത്തിവെട്ടി ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ്. ടെമ്പിൾ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഉപകരണം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഇത് വെറും ഒരു ഫാഷൻ അല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിനെ ഹാക്ക് ചെയ്യാനുള്ള ഒരു വഴിയാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ പേരിൽ ഡോക്ടർമാരും ഗോയലും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഈ വിഷയം ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഈ വിചിത്രമായ ഉപകരണം എന്താണ് എന്ന് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ നെറ്റിയിൽ ധരിക്കാവുന്ന ഒരു ബാൻഡാണിത്. ഇതിനെ ഒരു എക്സ്പെരിമെന്റൽ ഡിവൈസ് ടു കാൽക്കുലേറ്റ് ബ്രെയിൻ ബ്ലഡ് ഫ്ലോ ആക്യുറേറ്റ്ലി, അതായത് ഗോയൽ തന്നെ ആണ് ഇത് വിശേഷിപ്പിക്കുന്നത്, നമ്മുടെ തലച്ചോറിലെ രക്തയോട്ടം എത്രത്തോളം ഉണ്ട് എന്ന് തത്സമയം അളക്കാൻ ഇതിന് സാധിക്കുമത്രേ. സാധാരണയായി മെഡിക്കൽ രംഗത്ത് ഉപയോഗിക്കുന്ന FNIRS, അതായത് ഫങ്ഷണൽ നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന സാങ്കേതിക വിദ്യയുടെ ഒരു മിനിയേച്ചർ പതിപ്പാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഓക്സിജന്റെ അളവും രക്തയോട്ടവും നിരീക്ഷിക്കുകയാണ് ഇതിന്റെ ജോലി. ഇതിലൂടെ ഒരാൾക്ക് എപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നത്, എപ്പോഴാണ് മാനസിക സമ്മർദ്ദം കൂടുന്നത് എന്നൊക്കെ മനസ്സിലാക്കാം. ഇത് കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ ഗാഡ്ജറ്റ് പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഈ ടെക് മാജിക് കണ്ടിട്ട് മെഡിക്കൽ ലോകം അത്ര സന്തോഷത്തിലല്ല. എയിംസിലെ ഡോക്ടർമാരും പ്രമുഖ ന്യൂറോളജിസ്റ്റുകളും ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി ഈ ഡോക്ടേഴ്സ് പറയുന്ന വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവർ പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമാണ്. ഒന്നാമതായി, ഈ ഉപകരണം മനുഷ്യരിൽ പരീക്ഷിച്ച് വിജയിച്ചതാണെന്നതിന് യാതൊരു തെളിവുമല്ല. രണ്ടാമത്തെ കാര്യം, തലയോട്ടിക്ക് പുറത്ത് ഇങ്ങനെ ഒരു ബാൻഡ് വെച്ചാൽ ഉള്ളിലെ രക്തയോട്ടം കൃത്യമായി അളക്കാൻ കഴിയില്ലെന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ MRI CT സ്കാനിനൊക്കെ വേണ്ടിയുള്ള വലിയ മെഷീൻസ് ചെയ്യുന്ന ജോലി ഈ ചെറിയ ഡിവൈസ് ചെയ്യുമെന്ന് പറയുന്നത് അസംബന്ധമാണ് എന്ന് ന്യൂറോളജിസ്റ്റുകളുടെ പക്ഷം. അതുപോലെ ഇത്തരം കിരണങ്ങൾ ദീർഘനേരം അല്ലെങ്കിൽ ദീർഘകാലം തലച്ചോറിൽ ഏൽപ്പിക്കുന്നത് സുരക്ഷിതമാണോ എന്നതിനും ഉത്തരമില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു ഫാൻസി ടോയ് ഫോർ ബില്യണേഴ്സ്, അഥവാ കോടീശ്വരന്മാർക്ക് കൗതുകത്തിന് വാങ്ങാൻ പറ്റുന്ന ഒരു വില കൂടിയ കളിപ്പാട്ടം മാത്രമാണെന്ന് എയിംസ് ഡോക്ടർമാർ പരിഹസിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പുതിയ തലമുറ, അതായത് ഇന്നത്തെ യുവാക്കൾക്കിടയിൽ ബയോ ഹാക്കിംഗ് എന്നൊരു ട്രെൻഡ് പടരുകയാണ്. അതായത് എങ്ങനെയെങ്കിലും തങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കമ്പ്യൂട്ടർ പോലെ പ്രോഗ്രാം ചെയ്യാമെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഉറക്കത്തിന് ഗുളിക കഴിക്കുന്നതും ബുദ്ധി കൂടാൻ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. ദീപേന്ദർ ഗോയലിനെ പോലെയുള്ള ഒരു ഇൻഫ്ലുവൻസർ ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ യുവാക്കൾ ഇത് കണ്ണുമടച്ച് അനുകരിക്കാൻ സാധ്യതയുണ്ട്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് മാനസികാരോഗ്യത്തെ പോലും ബാധിച്ചേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വെറും ഒരു ഗാഡ്ജറ്റ് നമ്മുടെ ബുദ്ധി കൂട്ടുമെന്ന് വിശ്വസിക്കുന്നത് അപകടകരമായ ഒരു പ്രവണത തന്നെയാണ്. ഇതാദ്യമായിട്ടല്ല ഈ ദീപേന്ദർ ഗോയൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്. സൊമാറ്റോയിൽ ജോലി ചെയ്യുന്നവർക്ക് ഭാരം കുറയ്ക്കാൻ ടാർഗറ്റ് നൽകിയതും ഹെൽത്ത് വെൽനസ് പരിപാടികൾ കൊണ്ടുവന്നതും വലിയ ചർച്ചയായിരുന്നു. സ്വന്തം ആരോഗ്യം മെച്ചപ്പെടുത്താൻ അദ്ദേഹം നടത്തുന്ന പരീക്ഷണങ്ങൾ പ്രശംസനീയമാണെങ്കിലും അത് എല്ലാവരിലും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നതാണ് സത്യം. ഇനി ഇത്രയൊക്കെ വിവാദങ്ങൾ നടക്കുമ്പോഴും പലർക്കും അറിയേണ്ടത് ഇതിന്റെ വിലയെക്കുറിച്ചാണ്. ദീപേന്ദർ ഗോയൽ ഉപയോഗിക്കുന്ന ഈ ടെമ്പിൾ ഡിവൈസ് ഒരു എക്സ്പെരിമെന്റൽ ഘട്ടത്തിലാണ് ഉള്ളത്. ഇതിന്റെ കൃത്യമായ വില പുറത്തുവിട്ടിട്ടുമില്ല. എങ്കിലും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ബ്രെയിൻ സെൻസിംഗ് വെയറബിൾസിന് ഏകദേശം $500 മുതൽ $2000 വരെയാണ് വില വരുന്നത്. അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 40,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ ഉണ്ടാവും. ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ്, നല്ല ഭക്ഷണം, കൃത്യമായ ഉറക്കമൊക്കെയാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് വേണ്ടത് എന്ന് വിദഗ്ധരും ഡോക്ടർമാരും ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇത്തരം ഹൈടെക് ഹെഡ് ബാൻഡ്സ് വാങ്ങി തലയിൽ വെച്ചതുകൊണ്ട് മാത്രം ആരും പെട്ടെന്ന് ഐൻസ്റ്റീൻ ആകില്ല എന്നതാണ് വാസ്തവം. ചുരുക്കത്തിൽ ദീപേന്ദർ ഗോയലിന്റെ ടെമ്പിൾ ഡിവൈസ് ഇപ്പോൾ ഒരു വൻ വിവാദമായി മാറിയിരിക്കുകയാണ്. ടെക്നോളജി വളരുന്നത് നല്ലതാണ്, പക്ഷെ അത് സയൻസിനെ മറികടക്കുമ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കണം. ദീപേന്ദർ ഗോയലിന്റെ ഈ പരീക്ഷണം വിജയിക്കുമോ അതോ വെറും ഒരു എക്സ്പെൻസീവ് ഫെയിൽ ആകുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ടെക്നോളജിയും മെഡിക്കൽ സയൻസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇത് എന്നും കൂടി പറയണം. ഒരുപക്ഷെ ഭാവിയിൽ ഇത്തരം ഉപകരണങ്ങൾ സാധാരണമായേക്കാം, പക്ഷെ നിലവിൽ ഇതിന് സയൻസിന്റെ പിന്തുണയില്ല. ന്യൂ ഇയർ പുത്തൻ പ്രതീക്ഷകളുമായിട്ടാണ് എത്താറുള്ളതെങ്കിലും 2026 സാങ്കേതിക വിദ്യയെ സ്നേഹിക്കുന്നവർക്കും സാധാരണക്കാർക്കും നൽകുന്നത് അത്ര ശുഭകരമായ വാർത്തകളല്ല. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, അതുപോലെ ടാബ്ലറ്റുകൾ പോലുള്ള ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഗാഡ്ജറ്റ്സ് വരും മാസങ്ങളിൽ വൻതോതിൽ ഇതിനൊക്കെ വില വർദ്ധിക്കുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചനകൾ. സാധാരണഗതിയിൽ ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം മൂലം ഉണ്ടാകാറുള്ള ചെറിയ വിലക്കയറ്റമല്ല ഇത്, മറിച്ച് ഡിജിറ്റൽ ലോകത്തിന്റെ നട്ടെല്ലായ ഈ റാം ചിപ്പുകളുടെ ആഗോളതലത്തിലുള്ള കടുത്ത ദൗർലഭ്യമാണ് ഈ വിലക്കയറ്റത്തിന് പിന്നിൽ.
2026 ടെക് ഉൽപ്പന്നങ്ങളുടെ വിലയിൽ 20% മുതൽ 30% വരെ വർധനവുണ്ടാകുമെന്നാണ് മുൻനിര നിർമ്മാതാക്കൾ നൽകുന്ന സൂചന. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ സ്പീഡും എഫിഷ്യൻസിയും നിശ്ചയിക്കുന്നതിൽ റാൻഡം ആക്സസ് മെമ്മറി അഥവാ റാം വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ്. നമ്മളൊരു ലാപ്ടോപ്പിൽ ബ്രൗസർ തുറക്കുമ്പോഴോ ഫോണിൽ ഒരു ഗെയിം കളിക്കുമ്പോഴോ ആ വിവരങ്ങൾ ടെമ്പററി ആയിട്ട് സംഭരിക്കപ്പെടുന്നത് റാമിലാണ്. എന്നാൽ ഇന്ന് ലോകം നേരിടുന്ന റാമിന്റെ ദൗർലഭ്യത്തിന് പിന്നിൽ AI സാങ്കേതിക വിപ്ലവമാണ്. ChatGPT, ഗൂഗിൾ ജെമിനി തുടങ്ങിയ AI ടൂളുകളുടെ വളർച്ചയോടെ അവയ്ക്ക് ആവശ്യമായ ഹൈ ബാൻഡ് വിഡ്ത്ത് മെമ്മറി HBM ചിപ്പുകൾക്ക് വൻ ഡിമാൻഡ് തുടങ്ങി. കോടികൾ കയ്യിലുള്ള വൻകിട AI കമ്പനികൾ വിപണിയിലുള്ള റാം ചിപ്പുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നതോടെ സാധാരണ സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് നിർമ്മാതാക്കൾക്ക് ആവശ്യമായ ചിപ്പുകൾ ലഭ്യമല്ലാത്ത അവസ്ഥ ആണ് ഇപ്പോൾ ഉള്ളത്. റാം നിർമ്മാണ രംഗത്ത് ലോകത്ത് പ്രധാനമായും 3 കമ്പനികളാണുള്ളത്. സാംസങ്, SK ഹൈനിക്സ്, അതുപോലെ മൈക്രോൺ. ഈ 3 കമ്പനികളാണ് പ്രധാന പങ്കാളികൾ. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ലാഭം നൽകുന്ന AI ചിപ്പുകളുടെ നിർമ്മാണത്തിലേക്കാണ് ഈ കമ്പനികൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സാധാരണ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഉപയോഗിക്കുന്ന DDR റാമുകളുടെ ഉൽപ്പാദനം കുറയ്ക്കാനും അവർ നിർബന്ധിതരായി. ഇത് വിപണിയിൽ ആവശ്യക്കാരേറുകയും സാധനം കുറയുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ റാം ചിപ്പുകളുടെ വില എന്ന് പറയുന്നത് 3 മുതൽ 5 മടങ്ങ് വരെയാണ് വർദ്ധിച്ചത്. പാർട്സിന്റെ ഈ വൻ വിലക്കയറ്റം സ്വാഭാവികമായും ഉൽപ്പന്നങ്ങളുടെ ഫൈനൽ റേറ്റിനെയും ബാധിക്കും. ലോകത്തെ പ്രമുഖ കമ്പ്യൂട്ടർ നിർമ്മാതാക്കളായ ഡെൽ, എസ്യൂസ് എന്നിവർ തങ്ങളുടെ 2026 ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുമെന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളുടെ റീറ്റെയിൽ പാർട്ട്നേഴ്സിന് അയച്ച കത്തിൽ 10 മുതൽ 30% വരെ വില വർധനവുണ്ടാകുമെന്ന് ഡെൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത വിതരണത്തെക്കാൾ വളരെ കൂടുതലാണെന്നും അതുപോലെ സ്പെയർ പാർട്സിന്റെ വില ഇതുവരെ കാണാത്ത വിധം കുതിച്ചുയരുകയാണെന്നും ഡെൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജെഫ് ക്ലാർക്ക് ചൂണ്ടിക്കാട്ടുന്നു. സമാനമായ രീതിയിൽ ആഗോള വിതരണ ശൃംഖലയിലെ അസ്ഥിരതയും റാം ചിപ്പുകളുടെ ദൗർലഭ്യവുമാണ് വില കൂട്ടാൻ തങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്ന് അസ്യൂസും വ്യക്തമാക്കിയിട്ടുണ്ട്. ജനുവരി ആദ്യവാരം ലാസ് വേഗസിൽ നടന്ന കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഷോയിൽ ലാപ്ടോപ്പ് നിർമ്മാതാക്കൾ ഈ ആശങ്കകൾ പങ്കുവച്ചിരുന്നു. സാധാരണയായി പുതുവർഷത്തിൽ പഴയ മോഡലുകൾക്ക് വില കുറയുന്ന പതിവുണ്ടെങ്കിലും ഇത്തവണ അത് സംഭവിക്കാൻ ഇടയില്ല. ഡെല്ലും എസ്യൂസും വില വർദ്ധിപ്പിക്കുന്നതോടെ ലെനോവോ, ഏസർ തുടങ്ങിയ മറ്റ് കമ്പനികളും ആ വഴി തന്നെ പിന്തുടരാനും സാധ്യതയുണ്ട്. ആപ്പിൾ തങ്ങളുടെ വിതരണക്കാരുമായി ദീർഘകാല കരാറുകളിൽ ഏർപ്പെടാറുള്ളതിനാൽ താൽക്കാലികമായി പിടിച്ചു നിന്നേക്കാമെങ്കിലും വർഷത്തിന്റെ പകുതിയോടെ മാക് ബുക്കുകൾക്കും വില വർദ്ധിക്കാനാണ് സാധ്യതയേറുന്നത്. ലാപ്ടോപ്സിന്റെ പോലെ തന്നെ സ്മാർട്ട് ഫോൺ വിപണിയും വലിയ പ്രതിസന്ധിയിലാണ്. OnePlus അടുത്തിടെ പുറത്തിറക്കിയ തങ്ങളുടെ പുതിയ മോഡലായ OnePlus 15 മുൻ മോഡലുകളെ അപേക്ഷിച്ച് വില വർദ്ധിപ്പിച്ചിരുന്നു. ഫോൺ നിർമ്മാണത്തിന് ആവശ്യമായ പാർട്സിന്റെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഈ വിലയ്ക്ക് ഫോൺ നൽകുന്നത് തന്നെ വലിയ നേട്ടമായിട്ടാണ് കമ്പനി അവകാശപ്പെടുന്നത്. സാംസങ്, ഷവോമി തുടങ്ങിയ പ്രമുഖ കമ്പനികളും വരും മാസങ്ങളിൽ തങ്ങളുടെ പ്രീമിയം ഫോണുകൾക്ക് വില വർദ്ധിപ്പിക്കുമെന്ന് സൂചനയുണ്ട്. ഒരു ഫോണിലെ ഏറ്റവും പ്രധാന ഘടകമായ റാമിന്റെ വില വർദ്ധിക്കുന്നത് ലാഭക്ഷമത നിലനിർത്താൻ കമ്പനികളെ പ്രയാസപ്പെടുത്തുന്നു. ഇതിനൊരു പോംവഴിയായി കമ്പനികൾ ഒന്നെങ്കിൽ വില വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ റാമിന്റെ അളവ് കുറഞ്ഞ പ്രകടനമുള്ള ഉപകരണങ്ങൾ പുറത്തിറക്കുകയോ ചെയ്യേണ്ടി വരും. ഗൂഗിളിലെയും മൈക്രോസോഫ്റ്റിലെയും ഉദ്യോഗസ്ഥർ സാംസങ് പോലുള്ള ചിപ്പ് നിർമ്മാതാക്കളുടെ ഓഫീസുകൾക്ക് മുന്നിൽ തങ്ങളുടെ AI പ്രൊജക്ടുകൾക്ക് ആവശ്യമായ മെമ്മറി ചിപ്പുകൾക്കായി ക്യൂ നിൽക്കുകയാണെന്ന റിപ്പോർട്ടുകൾ ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. AI കമ്പനികൾ എത്ര വലിയ തുക നൽകിയും റാം ചിപ്പുകൾ സ്വന്തമാക്കാൻ തയ്യാറായതോടെ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്ക് ചിപ്പുകൾ ലഭിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 2026 പുറത്തിറങ്ങുന്ന മിക്ക സ്മാർട്ട് ഫോണുകളും 20 മുതൽ 30% വരെ വില വർധനവോടെയാകും ഉപഭോക്താക്കളിലേക്ക് എത്തുക. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു പുതിയ ലാപ്ടോപ്പോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണോ ഒക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഉടൻ ചെയ്യുന്നതായിരിക്കും ഉചിതം. 2026 വർഷം മുഴുവൻ ഗാഡ്ജറ്റുകളുടെ വില കൂടാനാണ് സാധ്യത. ചിപ്പ് നിർമ്മാതാക്കൾ തങ്ങളുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുകയും വിതരണ ശൃംഖല പഴയപടിയാകുകയും ചെയ്യുന്നതുവരെ ഈ പ്രതിസന്ധി തുടരും. മിക്കവാറും 2027 പകുതിയോടെ മാത്രമേ വിപണിയിൽ വില കുറയാനുള്ള സാഹചര്യമുണ്ടാകൂ. നിലവിൽ വിപണിയിലുള്ള സ്റ്റോക്കുകൾക്ക് പഴയ വില തന്നെ തുടരുന്നത് ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താം. എന്നാൽ വരും മാസങ്ങളിൽ എത്തുന്ന പുതിയ ബാച്ച് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില നൽകേണ്ടിയും വരും. വിലക്കയറ്റത്തിന് പുറമെ വരും മാസങ്ങളിൽ ഓഫറുകളും ഡിസ്കൗണ്ടുകളും വിപണിയിൽ കുറയാനും സാധ്യതയുണ്ട്. കമ്പനികൾക്ക് സ്പെയർ പാർട്സിന്റെ വില വർധനവ് മൂലം ലഭിക്കുന്ന ലാഭം കുറയുന്നതിനാൽ വലിയ സെയിലുകൾ അവർക്ക് ലാഭകരമാകില്ല. ചുരുക്കത്തിൽ ടെക് പ്രേമികൾക്ക് 2026 അല്പം കടുപ്പമായിരിക്കും. കൂടുതൽ തുക നൽകി മികച്ച ഫീച്ചറുകളുള്ള ഗാഡ്ജറ്റ്സ് വാങ്ങുകയോ അല്ലെങ്കിൽ റേറ്റ് കുറയ്ക്കാനായി ഫീച്ചറുകളിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ വേണ്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരമൊരു പ്രതിസന്ധി പ്രതീക്ഷിക്കാത്ത ഒന്നെങ്കിലും AIയുടെ അപ്രതീക്ഷിത വളർച്ച വിതരണ ശൃംഖലയെ തെറ്റിച്ചതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം. വരും വർഷങ്ങളിൽ റാം നിർമ്മാണ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും എത്തുന്നതോടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ. അതുവരെ നിങ്ങളുടെ പോക്കറ്റും ഗാഡ്ജറ്റുകളും തമ്മിലുള്ള ബാലൻസ് നിലനിർത്താൻ മുൻകൂട്ടിയുള്ള പ്ലാനിംഗ് അനിവാര്യമാണ്.
സക്കോത്രയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങി. യമനിലെ സക്കോത്ര ദ്വീപിൽ 400-ലധികം വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ. സൗദിയും UAEയും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങളെ തുടർന്ന് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതാണ് ഇതിന് കാരണം. UAE തങ്ങളുടെ സൈന്യത്തെ പിൻവലിച്ചതോടെ വിമാനത്താവളത്തിന്റെ നിയന്ത്രണത്തിൽ മാറ്റങ്ങൾ വന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. UAEയിൽ കനത്ത മൂടൽമഞ്ഞ് ജാഗ്രത. വരും ദിവസങ്ങളിൽ UAEയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം NCM മുന്നറിയിപ്പ് നൽകി. റോഡ് യാത്രക്കാർക്കും വിമാന സർവീസുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. GCC സാമ്പത്തിക വളർച്ചയിൽ കുതിപ്പ്. 2026-ൽ GCC രാജ്യങ്ങളുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം GDP 4.4% ഉയരുമെന്ന് വേൾഡ് ബാങ്കും ഓക്സ്ഫോർഡ് ഇക്കണോമിക്സും പ്രവചിക്കുന്നു. എണ്ണ ഇതര മേഖലകളിലെ വികസനവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ നിക്ഷേപങ്ങളുമാണ് ഈ വളർച്ചയ്ക്ക് കരുത്തേകുന്നത്. സൗദി അറേബ്യയിലെ മദീനയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 4 മലയാളികളുടെ ഖബറടക്കം മദീനയിലെ ജന്നത്തുൽ ബഖയിൽ നടന്നു. പ്രവാസി സമൂഹം വലിയ ദുഃഖത്തോടെയാണ് ഈ വാർത്തയെ സ്വീകരിച്ചത്. 22ാമത് ഷാർജ അറബിക് കവിതോത്സവത്തിന് വർണ്ണാഭമായ തുടക്കമായി. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്ത് മേളയിൽ അറബ് ലോകത്തെ പ്രമുഖ കവികൾ പങ്കെടുത്തു. സൗദിയിൽ ബില്ലിംഗ് കർശനമാകുന്നു. ജനുവരി മുതൽ സൗദിയിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ബില്ലിംഗ് നിബന്ധനകൾ കൂടുതൽ കർശനമാക്കിയിരിക്കുന്നു. സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റിയുമായി ബില്ലിംഗ് സംവിധാനങ്ങൾ ബന്ധിപ്പിക്കേണ്ടത് ഇനി നിർബന്ധമാണ്. പ്രതിസന്ധികൾക്കിടയിലും പ്രത്യാശയുടെ വലിയ വാതിലുകളാണ് GCCയിൽ തുറക്കുന്നത്. സാങ്കേതിക വിദ്യയിലും തൊഴിൽ മേഖലയിലും വരുന്ന മാറ്റങ്ങൾ പ്രവാസികൾക്കും അതുപോലെ സ്വദേശികൾക്കും പുതിയ അവസരങ്ങൾ നൽകുമെന്നത് ഏറെ സന്തോഷകരമാണ്. ഇത്രയധികം വെല്ലുവിളികളും പ്രതിസന്ധികളും നമ്മൾ ചർച്ച ചെയ്തെങ്കിലും ഈ വാർത്തകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ശുഭസൂചനയുണ്ട്. സാങ്കേതിക വിദ്യയ്ക്ക് വില കൂടുന്നത് ഒരുപക്ഷെ നമ്മളെ അല്പം വിഷമിപ്പിച്ചേക്കാം. പക്ഷേ ഇത്തരം പ്രതിസന്ധികളാണ് പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും അതുപോലെ ബദൽ മാർഗങ്ങളിലേക്കും ലോകത്തെ നയിക്കുന്നത്. റാം ചിപ്പുകളുടെ ദൗർലഭ്യം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് സ്വന്തമായി സെമി കണ്ടക്ടർ യൂണിറ്റുകൾ തുടങ്ങാനുള്ള വലിയൊരു പ്രേരണയാകും. അതുപോലെ തന്നെ ആഗോളതലത്തിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ പുതിയ സഖ്യങ്ങൾക്കും സമാധാന ശ്രമങ്ങൾക്കും വഴി തുറക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പഴയത് മാറുകയും പുതിയത് വരികയും ചെയ്യുന്നത് പ്രകൃതി നിയമമാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളെ പോസിറ്റീവായി കാണാം. വാർത്തകൾ അറിഞ്ഞിരിക്കുക, ജാഗ്രതയോടെ പ്ലാൻ ചെയ്യുക. അറിവാണ് ഏറ്റവും വലിയ ആയുധം. വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.